ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബാത്റൂമിനുള്ളിലെ ദുർഗന്ധം അകറ്റാനും അതുപോലെ തന്നെ അണുക്കളെ നശിപ്പിക്കാനും പറ്റുന്ന ഒരു ഹോം സ്പ്രേ തയ്യാറാക്കുന്നതാണ്. ഇങ്ങനെ ഒരു സ്പ്രേ നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഓരോ പ്രാവശ്യവും ബാത്റൂം ഉപയോഗിച്ചതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എപ്പോഴും നമ്മുടെ ബാത്റൂം നല്ല സുഗന്ധപൂരിതമായിരിക്കും. അപ്പോൾ നമുക്ക് സ്പ്രേ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു സ്പ്രേ തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് വീടുകളിലുള്ള 2-3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. ഞാൻ അതിനായിട്ട് ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം എടുത്തു കൊടുക്കണം. ഞാൻ ഇതിലേക്ക് ഇപ്പോൾ എടുക്കുന്നത് ഒരു ഗ്ലാസോളം വെള്ളമാണ്. നമുക്ക് സ്പ്രേ എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ചുള്ള വെള്ളം നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എല്ലാം ഈ ഒരു വെള്ളത്തിലേക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് സ്പ്രേ തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടുന്ന ഇൻഗ്രീഡിയൻ്റ് ഏതാണെന്ന് നോക്കാം. എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് കർപ്പൂരം. കർപ്പൂരമാണ് നമുക്ക് ഈ ഒരു സ്പ്രേ തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടുന്ന ഇൻഗ്രീഡിയൻറ്റ്. കർപ്പൂരത്തിൻ്റെ ഗുണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആൻറ്റി ബാക്ടീരിയലും ആൻറ്റി ഫംഗലുമായിട്ടുള്ള ഒരുപാട് പ്രോപ്പർട്ടീസ് ഉള്ള ഒന്നാണ് കർപ്പൂരം. നമ്മൾ സ്ഥിരമായിട്ട് കർപ്പൂരം വീടിനുള്ളിൽ കത്തിക്കുന്നത് അറ്റ്മോസ്ഫിയറിനുള്ളിൽ ഓക്സിജൻ പ്യൂരിഫൈ ചെയ്യുന്നതിനും അതുപോലെ തന്നെ കർപ്പൂരം ഉപയോഗിച്ചിട്ടുള്ള സ്പ്രേ നമ്മൾ വീടിനുള്ളിൽ അടിക്കുന്നത് നല്ലൊരു പോസിറ്റീവ് വൈബ് നമ്മുടെ വീടിനുള്ളിൽ കിട്ടുന്നതിനുമൊക്കെ ഇടയാക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാനിപ്പം ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇവിടെ എടുത്തിരിക്കുന്നത് 2 കർപ്പൂരമാണ്. ഇനി നമുക്ക് ഈ കർപ്പൂരം നല്ലതുപോലെ ഒന്ന് പൊടിച്ചതിന് ശേഷം വേണം വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നാൽ മാത്രമാണ് നല്ലതുപോലെ ഒന്ന് അലിഞ്ഞു കിട്ടുകയുള്ളൂ. മാത്രമല്ല കർപ്പൂരത്തിന് നല്ലൊരു മണമുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സ്പ്രേ ബാത്റൂമിനുള്ളിൽ അടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മണം കിട്ടാനും അതുപോലെ തന്നെ അണുക്കളൊക്കെ പെട്ടെന്ന് ചത്തുപോകാനും ഈ ഒരു ഒറ്റ സ്പ്രേ മാത്രം മതി. ഇപ്പം നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള കർപ്പൂരം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനുശേഷം നല്ലതുപോലെ ഈ ഒരു വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു സ്പ്രേ നമുക്ക് ബാത്റൂമിനുള്ളിൽ മാത്രമല്ല ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ജനലുകളും നമ്മുടെ കിച്ചൺ കൗണ്ടറുകളും വാഷ് ബേസിന് ചുറ്റുമൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ബേക്കിംഗ് സോഡയാണ്. ഞാൻ ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഈ അഴുക്കളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് എസൻഷ്യൽ ഓയിലാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് പുൽത്തൈലമാണ്. ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂണോളം പുൽത്തൈലം ഞാൻ ഈ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനു മുമ്പ് പുൽത്തൈലം ഉപയോഗിച്ച് മഴ സമയത്ത് നമ്മുടെ വീടിനുള്ളിൽ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത ടൈമിൽ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഞാൻ ഈ പുൽത്തൈലം എവിടെ നിന്നാണ് വാങ്ങിയതെന്നുള്ളത്. ഞാൻ ഇവിടെ അടുത്തൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ 3 സാധനങ്ങൾ മാത്രം മതി കേട്ടോ നമ്മുടെ ബാത്റൂമിനുള്ളിൽ സുഗന്ധം പരത്തുന്ന അണുക്കളെയൊക്കെ കൊല്ലാൻ കഴിവുള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ള സ്പ്രേ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിൽ ഒഴിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഈ സ്പ്രേ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. കുട്ടികളൊക്കെ വീട്ടിലുള്ള സമയത്ത് നമ്മൾ രാവിലെ ബാത്റൂം ക്ലീൻ ചെയ്തിട്ടാലും വൈകിട്ടാകുമ്പോഴേക്കും വല്ലാണ്ട് ദുർഗന്ധം വരാറുണ്ട്. അപ്പോൾ ഇതുപോലൊരു സ്പ്രേ തയ്യാറാക്കി നമ്മൾ ബാത്റൂമിനുള്ളിൽ വെക്കുകയാണെങ്കിൽ അവർ ഓരോ പ്രാവശ്യം ബാത്റൂം യൂസ് ചെയ്തതിന് ശേഷവും ഇതൊന്ന് അടിച്ചു കൊടുത്താലും മാത്രം മതി. അപ്പോൾ ഈ ഒരു സ്പ്രേയിൽ നമ്മൾ എസൻഷ്യൽ ഓയിലായിട്ട് പുൽത്തൈലം ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഓരോ പ്രാവശ്യം യൂസ് ചെയ്യുന്നതിന് മുമ്പ് നല്ലതുപോലെ ഒന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം വേണം ഉപയോഗിക്കാനായിട്ട്. ബാത്റൂം യൂസ് ചെയ്തതിന് ശേഷം ക്ലോസറ്റിന് ഉള്ളിലും അതുപോലെ തന്നെ ക്ലോസറ്റിൻ്റെ ചുറ്റിലുമായിട്ടുള്ള സീറ്റിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നല്ലൊരു സുഗന്ധമായിരിക്കും വീണ്ടും നമ്മൾ ബാത്റൂമിനുള്ളിൽ കയറുമ്പോൾ. അതുപോലെ തന്നെ നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ബാത്റൂമിനുള്ളിലെ ഡ്രെയിനേജ് ഹോളിന് ചുറ്റും അതുപോലെ തന്നെ വാഷ് ബേസിനുള്ളിലും ഇതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പാറ്റയുടെയും പല്ലിയുടെയും ഒക്കെ ശല്യം ഒഴിവായി കിട്ടും. മാത്രമല്ല നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റുകളൊക്കെ പെട്ടെന്ന് വരുന്നൊരു ടൈമിൽ നമുക്ക് ബാത്റൂം ഒന്നും ക്ലീൻ ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പ്രേ കുറച്ച് കപ്പിലെടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമ്മൾ ബാത്റൂമിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു സുഗന്ധമായിരിക്കും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന ടൈമിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണേ. കൂടെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.